താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്താടി ഗൗരവം ഒട്ടുണ്ടായിരുന്നില്ല അവനിൽ. കൊന്നല്ലേ? അവിടെ ആ ചോദ്യം അവനെ നടുക്കി കളഞ്ഞു. ആദ്യത്തെ ആ ഞെട്ടൽ വേഗം മറിച്ചവൻ. എന്താണ് നീ പറയുന്നേ? ദേ, ആവശ്യമില്ലാത്ത നാക്കുളച്ച് പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ആ ചലക്കുന്ന നാവങ്ങ് പിഴുതെടുക്കും ഞാൻ. വയസ്സായ തള്ള കെട്ടി മേലോട്ടെടുത്തതിന് ഞാൻ എന്ത് ചെയ്തു അല്ലേ? മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് അവൻ ചുറ്റും നോക്കി. ആരെങ്കിലും ഈ സംഭാഷണം കേൾക്കുന്നുണ്ടോ എന്ന അർത്ഥത്തിൽ. സത്യം എന്താണെന്ന് തനിക്കും എനിക്ക് മറ്റു പലർക്കും അറിയാം. പക്ഷെ കാണുന്നവ മുകളിലുണ്ട്. കർമ്മ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചിട്ടു. അച്ചമ്മയുടെ ആത്മാവ് നിങ്ങളോട് ഒരിക്കലും പൊറുക്കില്ല. കണക്ക് പറയേണ്ടി വരും നിങ്ങൾ. ഇഷാനിയുടെ കണ്ണുകൾ ജ്വലിച്ചു. അതെ, വല്ലാതെ വിളച്ചിലെടുക്കണ്ട. തള്ളയുടെ ധൈര്യത്തിലല്ലേ നീ കടന്ന് മേഞ്ഞിരുന്ന്. അതിനിപ്പോ തീരുമാനമായില്ലേ? പറഞ്ഞുറപ്പിച്ച പോലെ വരുന്ന ചിങ്ങത്തിൽ നിന്റെ കഴുത്തിൽ ഞാൻ താലികെട്ടിയിരിക്കും. ഇനിയും കാത്തിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കഴിയുന്ന നിനക്ക് നല്ലത്. നാളെ മുതൽ ജോലിക്കും പോകണ്ട. ചെലവിനുള്ളതൊക്കെ ഞാനിവിടെ എത്തിച്ചേക്കാം. കണ്ട നസ്രാണികളുടെ ഓഫീസിൽ ഇറങ്ങാൻ നീ ഇനി പോവണ്ട. രണ്ടും കൽപ്പിച്ച് പറഞ്ഞവൻ. എന്നെ ഭരിക്കാൻ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ഗതികേട് എനിക്കുണ്ടായ എന്റെ ശവത്തിലായിരിക്കും നിങ്ങളെ കെട്ടുന്നത്. നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. അവളുടെ വാക്കുകൾ അവന്റെ സമനില തെറ്റിച്ചു. എടി, നിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ എനിക്കറിയാം. നിന്നെ കൊല്ലാതെ തന്നെ. നീ എന്താണ് ഇതിനെ കുറിച്ച് കരുതിയത്? ഒന്നും കാണാതെ വലിയ വീട്ടിൽ മാത്രമേ ഒരു ഉപകാരം ചെയ്യാറില്ല. നിന്റെ മേലോട്ടെടുത്ത തന്നയുണ്ടല്ലോ, ഈ വീടിന്റെ ആധാരം പണയം വെച്ച് രൂപ 10 ലക്ഷം എണ്ണി വാങ്ങിയത്. കേസിന്ന് പുറത്തിറങ്ങിയത് എങ്ങനെയാണെന്നാ നിന്റെ വിചാരം? നിന്റെ അച്ഛന്റെ മിടുക്കൊണ്ടല്ല, ചാക്കാച്ചോള പോലെ നോട്ടിട്ടുകൾ വാരി എറിഞ്ഞിട്ട് തന്നെയാ അങ്ങനെ ഞാൻ പുറത്തിറക്കിയത്. അത് നിന്നെ എനിക്ക് കെട്ടിച്ചേരാന്ന് ഉറപ്പുറഞ്ഞിട്ട്. പിന്നെ തള്ളയുടെ മരണം എന്റെ മെക്കിട്ട് കയറാൻ വന്നപ്പോ പറയേണ്ടി വന്ന എനിക്ക് കാര്യങ്ങള്. അതിവ തള്ളയുടെ ഹൃദയം പൊട്ടിപ്പോന്ന് ഞാൻ അറിഞ്ഞോ? 10 ലക്ഷം അതിന്റെ പലിശയും കൂടുപലിശ നിനക്ക് തരാൻ കഴിയോ? എന്നതിന് ഞാൻ വെറുതെ വിടാം. നിനക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം. എന്നാൽ ഞാനൊരു എഗ്രിമെന്റ് വെക്കാം. എന്റെ മുതലും പലിശയും കൂടുപലിശയും അടക്കം 15 ലക്ഷം രൂപ വരുന്ന ചിങ്ങത്തിന് മുമ്പ് നിനക്ക് തരാൻ കഴിയുമെങ്കിൽ നീ ഞാൻ വെറുതെ വിടാം. അതല്ല എന്നെ പൊട്ടനാക്കി ആത്മഹത്യ ചെയ്യാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഈ തറവാട് വീട്ടിൽ നിന്ന് പെരുവഴിയിലേക്ക് ഇറക്കി വിടും നിന്റെ അമ്മയെയും അനിത്യയും. ഒരു ബന്ധം അതിന് തടസ്സാവില്ല പത്രന്. എന്റെ മോള് ദേഷ്യമാശയൊക്കെ കളഞ്ഞ് സമ്മതിക്ക്. ഒന്നുമില്ലെങ്കിലും നിന്നെ മോഹിച്ചു പോയതല്ലടി ഭദ്രൻ. കല്യാണ ചെലവടക്കെ എല്ലാം ഞാൻ എടുത്തോളാം. ചിങ്ങം 1-ാം തീയതി നമ്മുടെ താലികെട്ട് വലിയ വീട്ടിൽ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടക്കും. നിനക്ക് സമ്മതമാണ് ഇപ്പൊ പറയണം. പിന്നീട് വാക്ക് മാറ്റരുത്. വലത് കൈ അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് വിജയ ചിരിയോടെ നിന്നവൻ. പകച്ചു നിൽക്കുകയാണ് ഇഷാനി. തന്റെ ജീവിതം വെച്ചാണ് അച്ഛൻ കളിച്ചിരിക്കുന്നത്. തന്നെ ഈ തെമ്മാടിക്ക് വിറ്റിരിക്കുന്നു. അതുമാത്രമല്ല, അമ്മയും അനിയത്തിയും പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടിയും വരും, താൻ ജീവൻ ഉപേക്ഷിച്ചാൽ പോലും. എടി, നീ കരുതുന്ന പോലെ ഞാൻ അത്ര ദുഷ്ടനൊന്നല്ല. പിന്നെ പലിശക്ക് കാശ് വാങ്ങി മുങ്ങുന്ന ചിലരുണ്ട്. എങ്ങനെയെങ്കിലും നമ്മുടെ കാശ് മുതലാക്കണല്ലോ. ഞാൻ പലരുടെയും വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്ന് വെച്ച് ഭദ്രനാരെയും നിർബന്ധിച്ചിട്ടൊന്നുമല്ല. വിളിച്ചിട്ട് തന്നെയാ പോകുന്നത്. മുതലുമില്ല പലിശയില്ലേ. പിന്നെ ഞാൻ ഈ ബ്ലേഡ് കമ്പനി എന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? അങ്ങനെ ചില സഞ്ചാരങ്ങളുണ്ടെന്നല്ലാതെ ഒരു പെണ്ണും നിന്നോളം എന്നിൽ വേരുറപ്പിച്ചിട്ടില്ല. എന്റെ കൊക്കിൽ ജീവനോടത്തോളം കാലം നിന്റെ ആഗ്രഹം നടക്കില്ല. നീ പറഞ്ഞ ദിവസം കാശ് തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്റെ അച്ഛമ്മയുടെ ആത്മാവിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് ഞാൻ നേടിയിരിക്കും. മറിച്ചാണ് സംഭവിക്കുന്നെങ്കിലും നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അമ്മയും അനിയത്തെയും പെരുവഴിയിലേക്ക് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. വരും വരായികളൊന്നും ഓർത്തില്ല ഇഷാനി അങ്ങനെ ഒരു വെല്ലുവിളി നടത്തുമ്പോൾ. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് രക്തത്തുള്ളികൾ ഒഴുകിയിറങ്ങുന്ന പോലെ തോന്നിയവന്. മുഖമാകെ ചുവന്നു, അവളാകെ ചൊലിക്കുന്ന പോലെയും. അഹങ്കാരത്തിന് നിനക്കൊട്ടും കുറവില്ല. നോക്കാം നീ പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന്. ഇല്ലെങ്കിൽ മോളെ നീ അനുഭവിക്കും. ഭദ്രൻ അവിടുന്ന് പിൻവാങ്ങി. അവൻ പോയിട്ട് അവിടെ തന്നെ നിന്നവൾ. മോളെ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? എത്ര നേരം അവിടെ നിന്നു എന്ന് അവൾക്ക് അറിയില്ല. അമ്മയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. അമ്മയ്ക്ക് അറിയായിരുന്നല്ല അല്ലേ ഇഷാനി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല രാജിക്ക്. എന്ത്? അവർ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മയുടെ അനന്തരവൻ അച്ഛൻ എന്നെ വിറ്റതും ഈ തറവാട് പണയം വെച്ചും അമ്മയുടെ അറിവോടെ ആയിരുന്നോ? ഇപ്പൊ മനസ്സിലായിരുന്നു എന്റെ ചോദ്യം. അവളുടെ സ്വരമല്ലാതെ കടുത്തുപോയിരുന്നു. എന്തെങ്കിലും ഇതൊക്കെ അറിയുമെന്നും ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നുകൊണ്ടും അവരുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിന്റെ അച്ഛൻ പാർട്ടിക്ക് വേണ്ടി ഓരോ കേസിലും കുടുങ്ങിയപ്പോ പുറത്തിറക്കാൻ അവനാണല്ലോ കാശോ ആരിയെറിഞ്ഞ്. അച്ഛനും അവനും തമ്മിലുള്ള ഇടപാടുകളായിരുന്നു അതൊക്കെ. ആധാരം ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് തന്നെ. ചോദിക്കുകയും ചെയ്തു ഞാൻ അപ്പോൾ എന്നോട് പറഞ്ഞ് കേസ് ഒതുക്കി തീർക്കാൻ പൈസ പിന്നെ എവിടുന്നാന്നാ. കച്ചവടത്തിന്റെ പേരിലും കുറേയൊക്കെ കടമുണ്ടായിരുന്നില്ലേ. പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ അദ്ദേഹം പോയത്. പിന്നെ ആരോട് പറയാനാ? നീ തന്നെ ആ ഭദ്രനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ച്. നിന്നെ ചെറുപ്പം മുതലേ മനസ്സിലിട്ട് നടക്കുന്ന അവന്റെ ആവശ്യവും ന്യായാണല്ലോ, അന്യനൊന്നല്ലല്ലോ. എൻ്റെ ആംഗ്ലിയുടെ മകനല്ലേ. കല്യാണം കഴിഞ്ഞാൽ നിന്നെ അവൻ പൊന്നുപോലെ നോക്കും. പിന്നെ എന്താ നിനക്ക് സമ്മതിച്ച?
മാമിയൊക്കെ നിനക്കും അറിയാവുന്നല്ലേ, അന്യരൊന്നല്ലല്ലോ അവര്. അമ്മ പറയുന്ന കേട്ടപ്പോൾ ഇഷാനി തെക്കേ തൊടിയിൽ 6 അടി നീളത്തിൽ കിടക്കുന്ന ചാരക്കൂമ്പാരത്തിലേക്ക് നോക്കി. തനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്ന ആ ശബ്ദവും നിലച്ചുപോയിരിക്കുന്നു. ഒരു പിടി ചാരമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ വീട്ടിൽ തനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല. സേവി ഒഴിച്ചു വെച്ച മദ്യം കുടിക്കാതിരിക്കുന്ന കണ്ടപ്പോൾ കഴിച്ചിരുന്ന പൊറോട്ട അവസാനിക്കുന്നതിന് മുമ്പ് ജോസൂട്ടി എന്തോ പറയാൻ വേണ്ടി വാ തുറന്നു. കഴിച്ചിട്ട് പറയടാ. സേവിക്ക് ദേഷ്യം വന്നു. കണ്ണു രണ്ടും പുറത്തേക്കും തള്ളിക്കൊണ്ട് അപ്പാടെ വായിൽ കിടന്ന് വിഴുങ്ങിയവൻ. അല്ല സേവിച്ച, എന്തോന്ന് ആലോചിച്ചിരിക്കുന്നത്? മുന്നിൽ നിൽക്കുന്ന കുപ്പിത്തിനോടൊന്നും തീരേണ്ടതാണല്ലോ. ആലോചനയോടെ ഇരിക്കുന്നവനെ കണ്ടുകൊണ്ടാണ് ചോദ്യം. എനിക്കെന്തോ ഒരു വല്ലായ്മ, നാശം പിടിക്കാൻ കാലത്ത് തന്നെ മണ്ണ വീട്ടിലേക്ക് കെട്ടിയെടുക്കണ്ടായിരുന്നു. ഗ്ലാസ് വട്ടം കറക്കിയാണ് സേവി അത് പറഞ്ഞത്. എന്ന് പറഞ്ഞെങ്ങനെയാ? നമ്മുടെ സ്റ്റാഫിന്റെ വീട്ടിലൊരു മരണം നടന്ന പോയിന്റ് നമ്മുടെ ചുമതലയല്ലേ? സാറുണ്ടായിരുന്നെങ്കിൽ സാറ് പോവായിരുന്നു. ഇതിപ്പോ സാറില്ലാത്തോണ്ടല്ലേ? ജോസൂട്ടി പറഞ്ഞറിയാമായിരുന്നെങ്കിലും ഇഷാനിയുടെ ചുവന്ന മുഖവും കലങ്ങിയ കണ്ണുകളുമായിരുന്നു അവന്റെ മനസ്സിനെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നത്. മാത്രമല്ല ഭദ്രന്റെ പെരുമാറ്റവും. മുറച്ചെറുക്കനായാലും അവന്റെ സ്വാതന്ത്ര്യം അതിരി അടക്കുന്നില്ലേ എന്നൊരു സംശയം. അവരുടെ കുടുംബകാര്യങ്ങൾ തന്നെ ബാധിക്കുന്നതല്ലെങ്കിലും ആവശ്യമില്ലാത്ത ഓരോ ചിന്തകൾ അവൻ അലട്ടി. അതങ്ങ് പിടിപ്പിക്ക്, ഉഷാറാവട്ടെ. ജോസൂട്ടി പറഞ്ഞുകൊണ്ട് തന്റെ പ്ലെയിനിൽ ശ്രദ്ധ പതിപ്പിച്ചു. സേവിക്ക് കമ്പനി കൊടുക്കാൻ വരുമെങ്കിലും മദ്യത്തിന്റെ രുചി അറിയില്ല അവന്. കുടിച്ചു അപ്പം മരിച്ചുകൊണ്ടാവാം മദ്യപാനം വേണ്ടെന്ന് വെച്ചവൻ. താൻ നശിച്ചാലും കൂടെയുള്ളവൻ നശിക്കരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് സേവി നിർബന്ധിക്കാറില്ല അവനെ. ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ച് മാത്രമേ അവൻ കുടിച്ചുള്ളൂ. ബില്ല് കൊടുത്തു പോരുമ്പോൾ അതിശയം തോന്നി ജോസൂട്ടിക്ക്. ആദ്യമായിട്ടാണ് ഇത്ര ഡീസന്റായി സേവ് ബാറിൽ നിന്ന് ഇറങ്ങുന്നത്. ഇനി അങ്ങോട്ട് വീട്ടിൽ പോണ സമയമായിട്ടില്ല. വാച്ചിലേക്ക് നോക്കിക്കൊണ്ടാണ് ജോസൂട്ടി പറഞ്ഞത്. ഇന്നിനി അങ്ങോട്ടുമില്ല, വീട്ടിലേക്ക് ഒന്ന് കിടന്നുറങ്ങണം. സേവി ജീപ്പ് സ്പീഡിൽ വിട്ടു. ജോസൂട്ടി അവന്റെ വീടിന്റെ വഴിയിൽ ഇറക്കി വീട്ടിലേക്ക് തിരിച്ചു. ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ട്. തങ്കച്ചിയുടെ കാർ പോർച്ചിലില്ല. കുറ്റിയും പറിച്ച് എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചുകൊണ്ട് ജീപ്പ് പോർച്ചിൽ സൈഡാക്കി നിർത്തിയവൻ. കുഞ്ഞേ വിളിച്ചുകൊണ്ട് ഔസേപ്പച്ചൻ അവന്റെ അടുത്തേക്ക് വന്നു. ചെറുപ്പം മുതലേ കാണുന്നതാണ് സേവി ഔസേപ്പച്ചനെ. വീട്ടിലെയും പറമ്പിലെയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആള്. എന്നതാ ഔസേപ്പച്ചോ? ഉപദേശമാണെങ്കിൽ കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. ആദ്യമേ പറഞ്ഞേക്കാം. മുണ്ടും മടക്കി കുത്തി സേവി സിറ്റ് ഔട്ടിലേക്ക് കയറി മരത്തിന്റെ ചാരുകസേരയിലേക്ക് കിടന്നവൻ. ഉപദേശമൊന്നുമല്ല കുഞ്ഞെ, കുഞ്ഞിങ്ങനെ ഒറ്റത്തടിയായി നടക്കുന്ന കാണാൻ മേല. ഞായറാഴ്ച പള്ളിമേടയിലേക്ക് വിളിപ്പിച്ചിരുന്നു. മാളിയേക്കൽ അച്ഛൻ ഒരു പെൺകൊച്ചിന്റെ കാര്യം പറഞ്ഞു. യോജിച്ച ബന്ധമൊന്നുമല്ല, എങ്കിലും ജോലിയുള്ള കൊച്ചാ. പള്ളി സ്കൂളിലെ ടീച്ചറാ. 3 പെൺകൊച്ചുങ്ങളാണേ. ഇത് മൂത്ത കൊച്ചാ ടെസ്സ. താഴെ അനിയത്തിമാരും കല്യാണപ്രായം എത്തി. അപ്പനാണെങ്കിൽ ഇപ്പോൾ സ്ട്രോക്ക് വന്നിട്ട് കിടപ്പാ. കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ നല്ല കൊച്ചാന്നാ പറഞ്ഞ്. പള്ളിയിലോട്ട് ചെല്ലാത്തതുകൊണ്ടാണ് അച്ഛൻ പറയാൻ എന്നെ ഏൽപ്പിച്ച്. ഞായറാഴ്ച ഒന്ന് അവിടം വരെ പോയാലോ? എത്രയാന്ന് വെച്ചാൽ നീട്ടിക്കൊണ്ടു പോകുന്നു. കുഞ്ഞിന്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു ശുഷ്കാന്തിയൊന്നുമില്ല. മേരിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ. ബാക്കി പറയാതെ ഔസേപ്പച്ചൻ സേവിയെ നോക്കി. ഒന്നും പറയാതെ കണ്ണുകളടച്ച് അങ്ങനെ കിടക്കുകയാണ് അവൻ. കുഞ്ഞിന്റെ കാര്യം നോക്കാനെങ്കിലും ഒരാളാവുമല്ലോ. കണ്ടില്ലേ ഇവിടെയുള്ള ആളുടെ അവസ്ഥ? കുഞ്ഞു വന്നാലെന്താ പോയാലെന്താ? തങ്കച്ചിയെ പറ്റിയാ ഞാൻ പറഞ്ഞ്. അവരിവിടെ കാലൂത്തിയൊക്കെ അറിയാച്ചതിനുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, ഈ സ്വത്തുക്കൾ കൈക്കലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ്. കുഞ്ഞിനൊരു കുടുംബവും കുട്ടികളൊക്കെ ആയാൽ അവരുടെ ഒരു ആഗ്രഹവും നടക്കില്ല. കുടിച്ച് കുഞ്ഞ് നശിച്ചു പോകാൻ അവരുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് കൂട്ടു നിൽക്കരുത്. കുഞ്ഞിനെ ഒത്തിരി എടുത്തു നടന്നിട്ടുണ്ട് ഈ ഔസേപ്പച്ചനെ. ആ ഒരു അധികാരം വെച്ച് പറയാ, മോനൊരു വിവാഹം കഴിക്കണം, കുടുംബമായിട്ട് കഴിയണം. ഔസേപ്പച്ചൻ അത് പറഞ്ഞപ്പോൾ സേവി കണ്ണു തുറന്നയാളെ നോക്കി. ഏയ്, പെണ്ണും പെടക്കോഴിയൊന്നും ഈ സേവിക്ക് സെറ്റാവില്ല ഔസേപ്പച്ചോ. ഞാനിങ്ങനെ ഒറ്റതടിയായി കഴിഞ്ഞോളാം. അതാ എല്ലാവർക്കും നല്ലത്. മാളിയെങ്കിലച്ഛനോട് പറഞ്ഞേക്ക് ടെസ്റ്റ് ടീച്ചർക്ക് വേറെ വല്ല ചെറുകനെയും കണ്ടുപിടിക്കാൻ. പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. കഴിക്കാൻ എടുത്തു വെക്കട്ടെ കുഞ്ഞെ? ത്രേസ്യാമച്ചി ചോദിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് വന്നു. വേണ്ട ത്രേസ്യാമച്ചി, ഞാൻ കഴിച്ചാ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നവൻ ജോബൂരി ആങ്കറിൽ ഇട്ടിട്ട് ബെഡിൽ കിടന്നു. എല്ലാവരും ഉണ്ടായിട്ടും തനിക്ക് ആരുമില്ലെന്ന തിരിച്ചറിവിൽ 2 ദിവസം സാറിനെ വിളിച്ച് ലീവ് പറഞ്ഞിരുന്ന ഇഷാനി. അമ്മായി മാത്രമേ വീട്ടിലുള്ളൂ. അച്ഛന് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല. ഉള്ളവരുമായി വഴക്കിലുമാണ്. അതുകൊണ്ട് തന്നെ മരണ വീട്ടിലേക്ക് ആരും വരാനുമില്ല. 3-ാം ദിവസം ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഇഷാനി. കുളിച്ച് ചുരിദാറിട്ടിട്ടുണ്ട്. മുഖത്ത് യാതൊരു സമയങ്ങളുമില്ല. അച്ഛമ്മയുടെ ചടങ്ങ് കഴിയുന്നവർ അങ്ങനെ ആവട്ടെ എന്ന് അവളും കരുതി. തന്നെയുമല്ല, ഭദ്രം കൊളുത്തിപ്പോയ കാറിൽ മനസ്സിൽ കിടന്ന് നീറുകയാണ്. 2 മാസം എന്ന വളരെ ചുരുങ്ങിയ കാലയളവാണ് തനിക്ക് മുമ്പിൽ. പണമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരിക്കാൻ ഭയമുള്ളിടത്തോളം കാലം അയാളുടെ വെപ്പാട്ടിയായി പോവേണ്ടി വരും തനിക്ക്. പിടിച്ചെന്നേ മതിയാവൂ. മനസ്സിൽ ഉറച്ചൊരു തീരുമാനമെടുത്തവൾ. നീ ഓഫീസിൽ പോവാണോ? ചടങ്ങ് കഴിഞ്ഞിട്ട് പോയാൽ പോരെ നിനക്ക്? അമ്മ ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ ഇഷാനി അവരെ തുറിച്ചു നോക്കി. അതെ, ചടങ്ങ് കഴിഞ്ഞിട്ട് പോയാൽ പോരെ മോളെ? അമ്മായിയും ചോദിച്ചു. ചടങ്ങ് കഴിയാൻ നിന്നാ കിട്ടിയ ജോലി അങ്ങോട്ട് പോകും. കയറിയതേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും ലീവ് എടുക്കാൻ പറ്റില്ല. പിന്നെ വീട് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ഈ ജോലി ഇട്ടെന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. അച്ഛമ്മയുടെ ആത്മാവ് എന്നോട് ക്ഷമിച്ചോളൂ പറഞ്ഞുകൊണ്ട് ബാഗ് തോളിലിട്ടവൾ. കഴിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? അമ്മയുടെ ചോദ്യം കേട്ടില്ലെന്ന് അടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നടന്നു. ഈ കുട്ടിക്ക് ഇത് എന്തു പറ്റി? ഏടത്തിയെ നോക്കി ചോദിച്ച് ചന്ദ്രലേഖ. ഭദ്രനുമായിട്ടുള്ള യുവാകാര്യം പറഞ്ഞുള്ള ദേഷ്യ.
അവനവളെ വലിയ ഇഷ്ടമാണ്. പെണ്ണ് എന്തുണ്ടിട്ടാന്ന് മനസ്സിലാകുന്നില്ല. രാജി നെടുവീർപ്പോടെ പറഞ്ഞു. കാര്യം എടുത്തിയുടെ ആംഗ്ലയുടെ മോനൊക്കെ തന്നെയാ. നാട്ടിൽ അന്വേഷിച്ചാലറിയാം അവന്റെ സ്വഭാവം. പരീക്ഷയ്ക്ക് പണം കൊടുത്തിട്ട് കിട്ടാതെ വരുമ്പോൾ വാങ്ങിയവരുടെ പെണ്ണുങ്ങളെ തേടി ചെല്ലുവെന്നൊക്കെയാ നാട്ടിൽ പറയുന്നത്. അത്ര നല്ല സ്വഭാവമൊന്നുമില്ല. അതൊക്കെ അവൾക്കും അറിയായിരിക്കും. അങ്ങനെ ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ ഏത് പെണ്ണ് ആഗ്രഹിക്കുക? ചന്ദ്രേട്ടനുണ്ടായിരുന്നെങ്കിൽ അതൊന്നും സമ്മതിക്കില്ലായിരുന്നു. ഏട്ടനോടുള്ള സ്നേഹം പെങ്ങളുടെ വാക്കിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ പുച്ഛം തോന്നി രാജിക്ക്. നീ കൂടി അവളെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കേണ്ട. അറിയാലോ, ഈ വീടിന്റെ ആധാരം അവന്റെ കയ്യിലാ. എന്റെ ആംഗ്ലയുടെ മകനായതുകൊണ്ട് മാത്രം ഈ വീട്ടിലിപ്പോൾ എല്ലാവരും കഴിയുന്ന തന്നെ. അമ്മ തന്നെ ഇപ്പോഴാ വിവരങ്ങൾ അറിയുന്നത്. ചന്ദ്രേട്ടൻ കേസിലൊക്കെ പെട്ടപ്പോൾ അവനാ പുറത്തിറക്കിയത്. ഏടത്തി പറയുന്നൊക്കെ പുതിയ അറിവായിരുന്നു ചന്ദ്രലേക്ക്. ഏടത്തി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ തറവാടിന്റെ ആധാരം അവന്റെ കയ്യിലാണെന്നോ? അത് നന്നായി. അവൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞ് ഇറങ്ങിപ്പോകേണ്ടി വരും ഇവിടുന്നല്ലേ. വെറുതെ നാണംകിട ഞാൻ നിൽക്കുന്നില്ല. ഇന്ന് തന്നെ പോവാ. ഇനി അവന്റെ വായിരിക്കുന്നോട് കേൾക്കണ്ടല്ലോ. ചന്ദ്രലേക്ക് അല്ലെങ്കിൽ തന്നെ സത്യവതിയുടെ പെരുമാറ്റം ഇഷ്ടമില്ല. ഇനി അവരോട് കയറി വരുന്ന അറിയായിരുന്നു അവർക്ക്. തന്റെ ഭാഗം പറയാൻ ആംഗ്ലയൊന്നും ജീവനോടെ ഇല്ല. പിന്നെ ആരെ കാണിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്? ചടങ്ങുകൾ കഴിയാതെ പോയ ആളുകളെന്ത് പറയും? വഴക്കിട്ട് പോയതാണെന്ന് പറയില്ലേ? ഏതായാലും ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. എങ്ങനെയെങ്കിലും നീ നിൽക്ക്. ഭദ്രൻ നിന്നെ ഒന്നും പറയില്ല. ആകെ കൂടിയുള്ള ഒരു പെങ്ങളാണ്. ഇനി അവളും കൂടി പോയാൽ നാട്ടുകാർ തന്നെ കുറ്റം പറയുന്ന ഭയമുണ്ടായിരുന്നു രാജിക്ക്. അതുകൊണ്ടാണ് അവരത്രയും താഴ്ന്ന് സംസാരിച്ചത്. ഒടുവിൽ മനസ്സിലാ മനസ്സോടെ ചന്ദ്രലേഖ സമ്മതിച്ചു അമ്മയുടെ ചടങ്ങുകൾ കഴിയുന്നവരവിടെ നിൽക്കാൻ. ഇഷാനി ഓഫീസിലേക്ക് കയറി വരുന്ന കണ്ടപ്പോൾ അമ്പരന്ന് ശീതൾ. അല്ല മേഡം, ലീവ് പറഞ്ഞിരുന്നല്ലോ ഞാൻ. സാർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലടോ, ജോലി കയറിയിട്ട് അധികമായിട്ടില്ലല്ലോ. ഇപ്പൊ തന്നെ ലീവ് എടുത്ത എങ്ങനെയാ? പിന്നെ മരിച്ചവര് പോയി. അതൊക്കെ വലിയ നഷ്ടം തന്നെയാ. പക്ഷെ അവർക്ക് വേണ്ടി സമയങ്ങളെ ഇല്ലാത്തതുകൊണ്ടാ ഇന്ന് തന്നെ പോകുന്നത്. പഞ്ചിങ് മെഷീനിൽ ഇഷാനി പഞ്ച് ചെയ്യുമ്പോഴാണ് സേവിയുടെ ജീപ്പ് വന്ന് നിന്നത്. കയറി വരുമ്പോൾ തന്നെ കണ്ടവൻ നിറം കുറഞ്ഞൊരു ചുരിദാറിട്ട് പൊട്ടും കണ്ണെഴുതാതെയുള്ള ഒരു മുഖം. യാതൊരു സമയങ്ങളില്ലാതെ തന്നെ അത്രമേൽ സുന്ദരമായൊരു മുഖം. അല്ല, താൻ ലീവ് പറഞ്ഞിരുന്നില്ലേ? അവളെ കണ്ടപ്പോൾ അതിശയം തോന്നിയവന്. 3 ദിവസം ലീവ് എടുത്തു. ഇനി എടുക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. സർ, ഇനി ഒരു കാര്യം പറയാനുണ്ട്. ശീതളെ നോക്കിയാണ് അവളത് പറഞ്ഞത്. കമിച്ചുമി. സേവി ക്യാബിലേക്ക് നടന്നു. അവന് പിന്നാലെ ഇഷാനിയും. രണ്ടുപേരും പോകുന്ന നോക്കി ജോബിന് അർത്ഥം വെച്ച് ലിൻസിയെ നോക്കി. കണ്ടോ വന്നിട്ട് അധികമായിട്ടില്ല, പോകുന്നുണ്ടോ? ജോബിന് അടക്കത്തിൽ പറഞ്ഞു. നീ ഇതിന്റെ ജോലി നോക്ക്, വേറെ പണിയില്ല നിനക്ക്. ലിൻസി തന്റെ മുന്നിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സേവി തന്റെ ചെയറിലിരുന്നു. ഇരിക്കും, എന്തോ എനിക്ക് പറയാനുള്ളത്? തനിക്കെതിരെ കിടക്കുന്ന കസേര ചൂണ്ടി ചോദിച്ചവൻ. വേണ്ട സർ, ഞാൻ നിന്നോളാം. ഭദ്രൻ അയാളൊരു നീചനാ. കൊല്ലാനും ചാവാനും മടിയില്ലാത്തവൻ. അയാൾ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇഷാനി കൈകൂപ്പിക്കൊണ്ടാണ് അത് പറഞ്ഞത്. താൻ കണ്ട പുലിക്കുട്ടിയിൽ നിന്ന് അവളിലെ മാറ്റം അവനെ അതിശയപ്പെടുത്തി. അതെന്തിന്? കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് വെച്ച് റീത്തവും വലിച്ചെറിഞ്ഞാണോ ഈ ക്ഷമാപണം? പുഞ്ചിരിയോടെ ചോദിച്ചവൻ. അതെ സർ, അയാൾക്കതിന്റെ വിലയറിയില്ല. മരിച്ചെടുക്കുന്ന ആളെ നിന്ദിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്ത്. പണത്തിന്റെ അഹങ്കാരം, തന്നേക്കാൾ മീത് ആരുമില്ലെന്ന് വിചാരം, അതാണ് അയാളെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അയാൾ ചെയ്ത്. ഞാനത് അപ്പോഴേ വിട്ടു. പിന്നെ തൻ്റെ വീടായി പോയി. അതിലുപരി അതൊരു മരണ വീടായി പോയി. അതല്ലായിരുന്നെങ്കിൽ അവൻ വിവരം അറിഞ്ഞേനെ. എൻ്റെ വീടല്ല സർ, ആയിരുന്നു ഞങ്ങളുടെ തറവാട് വീട്. എൻ്റെ അച്ഛൻ്റെ പിടിപ്പീട് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ആ വീടിൻ്റെ ആധാരം അയാളുടെ പെട്ടിയില്ല. എൻ്റെ നിസ്സായാവസ്ഥ സാറിന് അറിയില്ല. ക്ഷമ ചോദിക്കാൻ മാത്രമേ എനിക്ക് കഴിയും. സാറിനേറ്റ അപമാനത്തിന്. അവളുടെ കൺമഷി കറുപ്പ് പുരളാത്ത കണ്ണുകളിൽ മിഴിനീർ തിളക്കം കണ്ടവൻ. അവൾ ഇറങ്ങിപ്പോയിട്ടും അവൻ അങ്ങനെ തന്നെ ഇരുന്നു. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി തന്റെ മുമ്പിൽ കണ്ണു നിറച്ച് നിൽക്കുന്നത്. ഇഷാനി റൂമിൽ നിന്ന് പോയപ്പോൾ അവൻ മുഷ്ടിയുരുട്ടി ടേബിൾ ഇടിച്ചു. ഇത്തരം അവസ്ഥകളൊന്നും കണ്ടിട്ടില്ല അവൻ. ഇഷാനി പുറമേ കാണിക്കുന്ന വീറും വാശിയും മൂടുപടമാണെന്ന് തിരിച്ചറിഞ്ഞവൻ. ഒരു പെണ്ണിന്റെ നിസ്സായാവസ്ഥയിൽ നിന്ന് ഉടലെടുത്ത ആർജവം, തോറ്റുകൊടുക്കില്ലെന്ന വാശി. പാർട്ടിക്ക് പിന്നാലെ നടന്ന് സ്വയം നശിച്ച് ജീവിക്കുന്നവരെ കൂടി കുഴിച്ചു മൂടാനുള്ള കുഴിയും തോണ്ടിയാണല്ലോ അങ്ങേര് കെട്ടിയെടുത്തത്. 2 പെൺപിള്ളേരാണെന്ന് പോലെ വിചാരം ഉണ്ടായിരുന്നു അയാൾക്ക്. ഭദ്രനെ കയ്യിൽ കിട്ടിയാൽ അവന്റെ പല്ലടിച്ച് കുഴിക്കാനുള്ള പകയോടെ ഇരുന്ന് സേവി. ജോസൂട്ടി കയറി വന്നപ്പോഴും സേവി ആലോചനയിലായിരുന്നു. അതെ, ആ സേട്ടു നടക്ക് പോകത്തില്ല കേട്ടോ. അയാളിപ്പോ ഫോൺ എടുക്കുന്നില്ല. രൂപ കുറച്ച് പോകുന്ന കേസാ, ഇടപെടേണ്ടി വരും. ജോസൂട്ടി വന്നവടെ പറഞ്ഞുകൊണ്ട് കസേര വലിച്ചിട്ടിരുന്നു. അയാൾക്ക് നമ്മളാരാണെന്ന് അറിയില്ല, കാണിച്ചു കൊടുക്കാം അവന്റെ ഒരു. സേവി വിളിച്ചു പറഞ്ഞ തെറിയേട്ട് ചെവി പൊത്തിപ്പിടിച്ച് ജോസൂട്ടി. മൂർത്തി സാറിന്റെ ക്യാബിലായിരുന്നു ഇഷാനി. അച്ചമ്മയുടെ ചടങ്ങുകൾ കഴിയുന്നവർ ലീവ് എടുക്കായിരുന്നില്ലേ? ശീതൾ പറഞ്ഞില്ലേ? ഇഷാനിയെ നോക്കി അനുകമ്പയോടെ ചോദിച്ചു മൂർത്തി. ശീതൾ പറഞ്ഞിരുന്നു, വീട്ടിൽ നിന്നിട്ട് വേറെ വിശേഷമൊന്നുമില്ല, അതുകൊണ്ടാ പോന്ന്. സാർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. ഇഷാനി, ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഏൽപ്പിക്കുക. കുറേയായി ഒരു സേട്ടു പറ്റിക്കുന്നു. ജോസൂട്ടി അന്വേഷിച്ചപ്പോൾ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മാത്രമല്ല ചെക്ക് കളക്ഷന് പോയിട്ട് മടങ്ങി വന്നു. കുറേ ആയിട്ടുള്ള ഒരു പാർട്ടിയിൽ നിന്ന് എഴുതിയാ അയാൾ ഓർഡർ പറയുമ്പോൾ കൊടുത്തിരുന്നത്. ഡീറ്റെയിൽസ് സിസ്റ്റത്തിലുണ്ട്. താനൊന്ന് എടുത്ത് ക്ലിയർ ആക്കണം. അയാളെ കോൺടാക്ട് ചെയ്യണം. എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ പൈസ തിരിച്ചു പിടിക്കണം. സേവിയെ ഒതുക്കി നിർത്തിയിരിക്കുക ഞാൻ. ഇനി അവൻ്റെ ക്ഷമ നശിക്കും. അയാളുടെ കമ്പനി അടിച്ചു പൊളിക്കും അവൻ. താൻ അയാളൊന്ന് വിളിക്കാൻ നോക്ക്. ലാഭം കിട്ടിയില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട മുതൽ തിരിച്ചിട്ടിയാൽ മതി. ചെക്ക് ചെയ്തിട്ട് വേണ്ട പോലെ ചെയ്യണം കേട്ടോ. അയാളുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് എടുത്താൽ മതി, രേഖകളെല്ലാം ഉണ്ടാവും.
ഓക്കെ സാർ, ഞാൻ അയാളെ കോൺടാക്ട് ചെയ്തോളാം പറഞ്ഞുകൊണ്ട് ആ ക്യാബിൽ നിന്നിറങ്ങി ഇഷാനി. ഇതേ സമയം തന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു സേവിയും ജോസൂട്ടിയും. അല്ല, ഇയാളുടെ വീട്ടിൽ പരിപാടി കഴിഞ്ഞോ? ഇഷാനിയെ കണ്ട് അന്ന് വിട്ട പോലെ ചോദിച്ച് ജോസൂട്ടി. മരിച്ചയാള് പോയി, ഇനി അവിടെ കാത്തുകിട്ടിരുന്നിട്ട് എന്താ കാര്യം? സേവി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ഞാനൊന്ന് വിശേഷങ്ങൾ ചോദിച്ചിട്ട് വരാം, അന്വേഷിക്കണമല്ലോ. ജോസൂട്ടി ചിരി പാസ്സായിക്കൊണ്ട് ഇഷാനിന്റെ അടുത്തേക്ക് നടക്കാനൊരുങ്ങിയപ്പോൾ അവന്റെ കഴുത്തിന് പിന്നിൽ പിടി വീണു. തൽക്കാലം നീ ഇപ്പോൾ വിശേഷങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഇങ്ങോട്ട് വാടാ മോനെ. മുന്നോട്ട് പോയതിനേക്കാൾ സ്പീഡിലാവും സേവിയുടെ അരികിലെത്തി. ഐ, എന്നാലും മോശല്ലേ ഒന്നും ചോദിക്കാതെ പോകുന്നു. മോശയും ഏലിയാവൊക്കെ ബൈബിളിലാ, നീ വന്നേ. ജോസൂട്ടിയുടെ തോളിലൂടെ കയറ്റി സേവി നടക്കുന്ന കണ്ടാണ് ഇഷാനി തന്റെ ഓഫീസ് റൂമിലേക്ക് കയറിയത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.